ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വന്നാലോ? ഇവിടെ കാണുന്നല്ലേ, ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തൃശ്ശൂർക്കാർക്ക് മനസ്സിൽ വരുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇവിടെ പോയിട്ടില്ലാത്തവരായിട്ട് വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ നമ്മൾക്ക് ട്രിപ്പ് അടിച്ചു പൊളിക്കാം, അധികം സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മഴയത്തായാലും വെയിലത്തായാലും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു പ്ലേസാണ് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്. നമുക്ക് ഒരിക്കലും എത്ര തവണ പോയാൽ പോലും ബോറടിക്കാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. യെസ്, ഞാൻ കുമ്പടിയാണ് ഗൈസ്. ഇവിടെയുണ്ട് അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളെല്ലാ കസിൻസും കൂടിയിട്ടാണ് ഈ ട്രിപ്പിന് പോയത്. എൻ്റെ ഒരു ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയതാണ് കേട്ടോ ഈ ട്രിപ്പിനായിട്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. പെട്ടെന്ന് പോയി അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടൊരു സീനറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമുള്ളൊരു ഭാഗമാണിത്. ഇപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ 2 സെക്യൂരിറ്റി ഗാർഡ്സ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ട്രിപ്പ് സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ അതിരപ്പള്ളിയിലേക്കാണ് ട്രിപ്പ് പോകുന്നത് ഗൈസ്. അപ്പോൾ പോണ വഴിയിൽ ചാർപ്പാൽ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അയ്യോ, ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് വാഴച്ചാലിലേക്കാണ്. ഫസ്റ്റ് വാഴച്ചാലിൽ പോയി വന്നിറങ്ങി അവിടെ കണ്ടതിന് ശേഷമാണ് തിരിച്ച് വരുമ്പോൾ അതിരപ്പള്ളിയിലേക്ക് എത്തിയത്. അപ്പോൾ വാഴച്ചാലിലെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഫുൾ സ്പോൺസർ എൻ്റെ ബ്രദറാണ് കേട്ടോ. അവന് നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഞങ്ങളെല്ലാ കസിൻസിനെയും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പിന് കൊണ്ടുപോയതാണ്. അപ്പോൾ അവന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നത് തൃശ്ശൂർ ചാവക്കാട് നിന്നാണ്. ഞങ്ങളെ വരുന്ന വഴിക്ക് ചന്ദ്രാപ്പിനിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങളൊരു 6:30 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ സ്പോട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വാഴച്ചാലിൽ എത്തിയത്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടല്ല, നല്ലൊരു സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാഴച്ചാലിലും അതിരപ്പള്ളി വഴിയാണല്ലോ ടച്ച് ചെയ്ത് വന്നത്. അവിടേക്കുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ്. അതുപോലെ മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഫീൽ ചെയ്യണം, നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ വാഴച്ചാലിൽ ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു ഭാഗത്ത് ഫോറസ്റ്റ് ഏരിയ പോലെ നല്ല ഭംഗിയിൽ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടി നടന്നു പോകാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു വൈബും ഫീലൊക്കെ കിട്ടും. ഇത് വലിയ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കുന്നൊരു ഗസ്റ്റ് ഹൗസാണ്. പിന്നെ വാഴച്ചാലിൽ നല്ലൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഈ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ വാൽപ്പാറ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ഒരു ബോർഡറാണിത്. ഇവിടെ നമ്മൾ മൊത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വേറൊരു വൈബ് ഏരിയ ആണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വരികയാണ്. അപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം വീണ്ടും കണ്ടു. അതിനുശേഷം ഞങ്ങൾ അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ തിരിച്ച് അതിരപ്പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിരപ്പള്ളിയിലേക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഇടയിൽ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നതാണ്, എല്ലാവരും കോട്ടൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് സെറ്റായി ഞങ്ങൾ നേരെ ഇപ്പോൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നടക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ മഴക്കാലം ആയതുകൊണ്ട് നല്ല അടിപൊളി തിരക്കുണ്ട്. ക്ലൈമറ്റ് ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എല്ലാവരും കൂടി ജിൽജിലായിട്ട് ഞങ്ങൾ ഗ്യാങ്സ് എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂസോ ചെരുപ്പോ ഒക്കെ ഇടാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കൊന്നും പോവാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ കൂട്ടമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടം കൂടി തന്നെ നടക്കുക, അല്ലെങ്കിൽ മിസ്സാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ അനുവദീയമായ സ്ഥലങ്ങളിൽ മാത്രം പോവുക, അതുപോലെ ഓടാതിരിക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അതുപോലെ നല്ല ഡേഞ്ചറായിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാക്സിമം പോവാതെ നല്ല സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ട്രിപ്പ് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് അതിരപ്പള്ളിയിൽ പോകുമ്പോൾ നല്ല വഴുക്കലും കാര്യങ്ങളുണ്ടാവും, നല്ല റഷ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ ഒരു നടക്കുന്ന ഏരിയയിലൊക്കെ നല്ല കുറച്ചൊരു ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. വെയിലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിയിൽ എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി വൈബായിരുന്നു ഗൈസ്. നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഹാ, എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ഞാൻ ഒരുപാട് തവണ അതിരപ്പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു വ്യൂ കാണാൻ പറ്റിയത് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ. അവിടെ വന്ന എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാനായിട്ട് തോന്നിയിരുന്നില്ല, കാരണം ആ ഒരു ക്ലൈമറ്റ് അത്രയും അങ്ങനെ നിന്ന് ആസ്വദിക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് മറന്നുപോയി. അറ്റ് ലാസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോസും സിംഗിൾ വീഡിയോസും ഒക്കെ എടുത്തത്. അവിടെ നിന്നിട്ട് ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. എന്ത് രസമായിരുന്നു. പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ പോകാനായിട്ട് ശ്രമിക്കുക. പോകുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല വാട്ടർഫോൾസിൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വഴിക്ക് വീഴാൻ പോയതാണ് ഗൈസ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ താഴത്തെ ഭാഗത്തേക്കാണ് വന്നത്. എല്ലാവരും ടോപ്പ് ഭാഗത്താണ് മെയിനായിട്ട് പോയി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു താഴത്തെ ഭാഗം അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ആ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കില്ലാത്ത ഇപ്പുറത്തെ ഒരു ഭാഗത്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയയും വിഷ്വൽസും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ വെള്ളം ചാടുന്ന ആ ഒരു ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. നമുക്ക് ആ ഒരു ഭാഗത്ത് വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നല്ല സുഖമായിരുന്നു അവിടെ നിന്നിട്ട് വ്യൂസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നേരം ആസ്വദിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ വെള്ളം ചാടുന്ന ആ ഒരു മെയിൻ ഏരിയയിലേക്ക് നീങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടെയും എന്തായാലും വന്നതല്ലേ, അപ്പോൾ അവിടെയും പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ നല്ല ഗംഭീര തിരക്കായിരുന്നു. അത്യാവശ്യം നല്ലോണം ആൾക്കാരും ഉണ്ട്. ഫുള്ള് കളർഫുൾ കോട്ടുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കോട്ട് നല്ല ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു കോട്ടായിരുന്നു. കോട്ടൊന്നും ഇടാതെ നിന്ന് മഴ നനയണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പനി പിടിക്കും, തിരിച്ച് ജോബിനൊക്കെ കയറണം എന്നുള്ളതൊക്കെ കൊണ്ട് ആ ഒരു അറ്റംപ്റ്റിന് മുതിർന്നില്ല. അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരമായി. തിരിച്ചു പോകുമ്പോഴുള്ളൊരു ക്ലൈമറ്റാണ് നിങ്ങളീ കാണുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല. എന്ത് രസമായിരുന്നു എന്നറിയോ. ആ ഒരു മരങ്ങൾക്കിടയിലൊക്കെ അയ്യോ എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു ഫീലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അയ്യോ, ആ ഒരു ഭാഗം നല്ല രസമായിരുന്നു. ആ ഒരു ഭാഗത്ത് കൂടി നടന്നു പോകാനായിട്ട് ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു മൂഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നല്ല രസമായിരുന്നു. നന്നായി ഞങ്ങൾ ആസ്വദിച്ചിട്ടാണ് പോയത്. പിന്നെ ഇവിടെ ലേഡീസിനും ജെൻസിനൊക്കെ ഫ്രഷ് ആവാനായിട്ട് ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ വിശപ്പിൻ്റെ ആക്രാന്തം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോകാൻ നേരം മോൻ്റെ ഷൂവിൻ്റെ ഇതൊക്കെ പൊട്ടിയപ്പോൾ ബ്രദർ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഇരിഞ്ഞാലക്കുടിയിൽ വെച്ചിട്ട് ബോബനും മോളിയും തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇരിഞ്ഞാലക്കുടിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈഡ് റൈസ്, അതുപോലെ ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഈ ഒരു സ്പോട്ട് വരുന്നത് സിൽവർ സ്റ്റോമിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വന്നിരിക്കും. ബൈ ബൈ.